ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിപ്പം വളരെ എളുപ്പത്തിൽ ഒരു 4 മണി പലഹാരമാണ് ചെയ്യുന്നത്. അപ്പോൾ ഓണിയൻ റിങ്സ് ആണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ സവാള ഈ രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് ഒരു 1.5 കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിത് റസ്ക് ക്രഷ് ചെയ്തിട്ട് എടുത്തതാണ്. ബ്രെഡ് വേണമെങ്കിൽ ബ്രെഡ് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഏത് വേണമെങ്കിലും അത് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. പിന്നെ നമുക്ക് ഇത് കടലപ്പൊടിക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി കുറച്ച് വേണമെങ്കിൽ കുറച്ചിടാം, അല്ല ഓപ്ഷനിലാണ്. ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എരിവ് കുറച്ച് ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉള്ളൂ. കുറച്ച് മധുരവും കുറച്ച് ഉപ്പ് കുറച്ച് എരിവുണ്ടെങ്കിൽ രസമുള്ളൂ. അപ്പോൾ ഞാൻ 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് കായപ്പൊടി ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ ആ കടലപ്പൊടിന്റെ കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഫസ്റ്റില്. പിന്നെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യം ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചായിട്ട് വെള്ളം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മൾ കുറച്ച് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ലിക്വിഡ് ഈ രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ട് ഓണിയൻ, അതായത് സവാള ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് 2 സൈഡും മുക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിന്റെ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ചെയ്യുന്ന രീതി കാണുമ്പോൾ മനസ്സിലാവും. ഈ രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയെല്ലാം ഫുള്ളായിട്ട് നമ്മൾ ചെയ്ത ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഓൾറെഡി ഞാൻ അവിടെ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്തത് നമ്മൾ എണ്ണ നല്ല ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഞാൻ ഓരോന്ന് എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. പക്ഷെ നന്നായി കരിയരുത്. ഗോൾഡൻ കളർ വരുമ്പോഴത്തേക്ക് ഒരിക്കൽ മാറ്റിയിടണം. ഗോൾഡൻ കളർ വരുമ്പോഴത്തേക്കിനും നമുക്കിടത്ത് എടുത്ത് മാറ്റണം. ഇപ്പൊ ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം. നമ്മളുടെ ഓണിയൻ റിംഗ് റെഡി ആയിട്ടുണ്ട്. ഓണിയൻ റിങ്സ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കും.